സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. സംസാര ശ്രവണ വൈകല്യങ്ങൾ നേരത്തെ കണ്ടെത്തിയാൽ അവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പുവരുത്താവുന്നതാണെന്ന് വ്യാപാര വ്യവസായി ഏകോപന സമിതി കുറ്റ്യാടി യൂണിറ്റ് പ്രസിഡന്റ് ഒ വി ലത്തീഫ് പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റും ഹിയറിംഗ് പ്ലസ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ക്ലിനിക് കുറ്റ്യാടിയും സംയുക്തമായി നടത്തിയ സൗജന്യ കേൾവി പരിശോധന സംസാര വൈകല്യ നിർണയ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറ്റ്യാടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും കേൾവി അതുപോലെ തന്നെ സംസാരശേഷി ഇതിൽ വൈകല്യം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്രമാത്രം ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പരിശോധനയാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ പരിശോധനയിലൂടെ അത്തരം ആളുകളെ കണ്ടെത്തി അവർക്ക് വിദഗ്ധമായ ചികിത്സ നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. തീർച്ചയായും ഇത് സംഘടിപ്പിച്ചിട്ടുള്ള ഇതിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തികച്ചും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. ഹിയറിംഗ് പ്ലസ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ക്ലിനിക് മാനേജിംഗ് പാർട്ണർ ദീപക് PV സ്വാഗതം പറഞ്ഞു. മാനേജർ വിഷ്ണു N നന്ദി പറഞ്ഞു. ജനിച്ച് 3 വർഷത്തിനുള്ളിൽ ശ്രവണ സംസാര വൈകല്യങ്ങൾ മനസ്സിലാക്കിയാൽ ഒരു പരിധിവരെ പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയുമെന്ന് ഡോക്ടർ VV ദീപക് പറഞ്ഞു. കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാകുന്ന കേൾവിക്കുറവ്, സംസാര വൈകല്യം എന്നിവ മുൻകൂട്ടി കണ്ടെത്തുകയും അതിൻ്റെ തുടക്ക സമയത്ത് മുതൽ കണ്ടെത്തുകയും അത് ചികിത്സ നൽകി അത് വഷളാവുന്നതിന് മുന്നേ, അതായത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് മുന്നേ ചികിത്സ നൽകിയാൽ പരിഹരിക്കാൻ പറ്റുന്നതാണ് ഭൂരിഭാഗം അസുഖങ്ങളും. അപ്പോൾ ആ അസുഖങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി അതിനുള്ള ചികിത്സകൾ നൽകുകയും നിർദ്ദേശിക്കുകയും ചെയ്യുകയാണ് ഇന്നത്തെ ക്യാമ്പ് വഴി ഉദ്ദേശിക്കുന്നത്. അത് കുട്ടികളുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് സംസാരിക്കാനുള്ള ഒരു കഴിവ്, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് ആദ്യത്തെ ഒരു 3 വയസ്സ് മുതൽ ഒരു 5 വയസ്സ് വരെയാണ് സംസാരം പഠിക്കാനുള്ള പരമാവധി ആ കുട്ടിക്ക് കഴിവുണ്ടാവുക. അപ്പോൾ ആ കുട്ടിക്ക് ജന്മനാ എന്തെങ്കിലും വൈകല്യങ്ങളുണ്ട്, കേൾവിക്കുറവ് പോലത്തെ വൈകല്യങ്ങളോ സംസാരം പഠിക്കാനുള്ള മറ്റെന്തെങ്കിലും വൈകല്യങ്ങളുണ്ടെങ്കിൽ ജനിച്ചിട്ട് ഒരു 3 വയസ്സിനുള്ളിൽ അത് പരിഹരിക്കുകയാണെങ്കിൽ ആ കുട്ടീനെ നമ്മൾ നോർമൽ ഒരാളെ പോലെ സംസാരിപ്പിച്ച് ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നേരെ മറിച്ച് അത് വൈകുകയാണെങ്കിൽ, അതായത് രക്ഷിതാക്കളുടെ ധാരണക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ചികിത്സ ലഭ്യമാകാനുള്ള താമസം കൊണ്ടോ അത് വൈകി കുട്ടിയുടെ പ്രായം മുൻകൂട്ടി കടന്നു പോവുകയാണെങ്കിൽ പിന്നീട് ആ കുട്ടിക്ക് സംസാര വൈകല്യം പരിഹരിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ട് ഉള്ളൊരു കാര്യമായിരിക്കും. അപ്പം നമ്മൾ ഈ ക്യാമ്പ് വഴി ഉദ്ദേശിക്കുന്നത് മുൻകൂട്ടി അസുഖങ്ങൾ കണ്ടെത്തുകയും അത് ഉള്ള പരിഹാരങ്ങൾ എത്രയും നേരത്തെ നിർദ്ദേശിക്കുകയും ആ അസുഖങ്ങൾ വഷളാവുന്നതിന് മുന്നേ അത് തടയുകയും എന്നതാണ് ഈ ക്യാമ്പ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേൾവി വൈകല്യം, പലതരത്തിൽ കേൾവി വൈകല്യത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാം. ഇപ്പം ഉദാഹരണത്തിന് 100% കേൾവിക്കുറവുള്ള ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾക്ക് ആർക്കും മനസ്സിലാവും, എന്ത് വലിയ ശബ്ദം കേട്ടാലും ആ കുട്ടി പ്രതികരിക്കില്ല. നേരെ മറിച്ച് ഒരു 50% കേൾവിക്കുറവ്, 60% കേൾവിക്കുറവുള്ള കുട്ടികൾ ചിലപ്പോൾ ശ്രദ്ധക്കുറവെന്നായിരിക്കും പാരൻസ് ചിന്തിക്കുക. അതായത് ആ കുട്ടി ചിലപ്പം ശബ്ദം കേട്ടാൽ പ്രതികരിക്കും, ചിലപ്പോൾ പ്രതികരിക്കില്ല. അപ്പം രക്ഷിതാക്കളോ അല്ലെങ്കിൽ ചുറ്റുപാടുള്ള ആളുകൾ ചിന്തിക്കുക കേൾവിക്കുറവ് ആവണമെന്ന് തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. അവർ ചിലപ്പോൾ വിചാരിക്കുക ആ കുട്ടീൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് അവർ സംസാരിച്ചാൽ കേൾക്കാത്തതെന്നാണ്. പക്ഷേ അത് കേൾവിക്കുറവായിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷൻ ഒരു ഹിഡൻ ഡിസബിലിറ്റി എന്ന് പറയും. അതായത് കേൾവിക്കുറവ് ഈ ചില കുറഞ്ഞ തോതിലുള്ള കേൾവിക്കുറവുകൾ, അതായത് 30%, 40%, 50% വരുന്ന കേൾവിക്കുറവുകളൊക്കെ കുട്ടികളിൽ സാധാരണ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. പക്ഷേ അത് കണ്ടെത്തിയില്ലെങ്കിൽ കുട്ടിക്ക് സംസാര വൈകല്യം ഉണ്ടാവും, അതായത് വ്യക്തമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ആ ഒരു ബുദ്ധിമുട്ട് കൂടി പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാമ്പിൽ ഉദ്ദേശിക്കുന്നത്. കുറ്റ്യാടി വ്യാപാര ഭവനിൽ നടന്ന ക്യാമ്പിൽ 100ഓളം പേർ പങ്കെടുത്തു.